സുഹൃത്തുക്കളെ, അമേരിക്ക ഇപ്പോൾ പാകിസ്ഥാന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിന്റെ പ്രധാന കാരണം ഇപ്പോഴുള്ള നമുക്കറിയാം. പണ്ട് മുതലേ അമേരിക്കയുടെ നമ്മളെ മാൻ ഫ്രൈഡ് എന്നൊക്കെ പറയും. എന്നുവെച്ചാൽ അമേരിക്ക പറയുന്ന ഏത് ജോലിയും വളരെ കൃത്യമായി, ജോലി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ നാട്ടിലെ കൊട്ടേഷൻ ടീമിന്റെയൊക്കെ ജോലിയാണ് ശരിക്കും പാകിസ്ഥാന് കൽപ്പിച്ച് നൽകിയിരിക്കുന്നത്. എന്നുവെച്ചാൽ അമേരിക്കയുടെ കൊട്ടേഷൻ, അതുപോലെ തന്നെ ഇന്ത്യക്കെതിരെ വരുമ്പോൾ ചൈനയുടെ കൊട്ടേഷനും കൂടെ ഏറ്റെടുത്ത് നടപ്പിലാക്കുക എന്നുള്ളൊരു ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ പാകിസ്ഥാനെ സംബന്ധിച്ചുള്ളത്. ഇപ്പോൾ ട്രംപിന്റെ രണ്ടാമത്തെ പ്രസിഡൻഷ്യൽ ടേമിൽ ട്രംപ് പാകിസ്ഥാനായിട്ട് ഉള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ കൂടുതൽ സൗഹൃദം സ്ഥാപിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ പാകിസ്ഥാനെ കൂടുതൽ അമേരിക്കയോടൊപ്പം നിർത്തുവാനുള്ള ആഗ്രഹം കാണിക്കുന്നത്. കാരണം ഇപ്പം തന്നെ അടുത്ത 2-3 മാസത്തിനുള്ളിൽ പാകിസ്ഥാന്റെ നേതാക്കളുമായിട്ട്, ചീഫ് ഓഫ് ആർമി സ്റ്റാഫുമായിട്ടൊക്കെ ഒന്നിലധികം തവണ കൂടിക്കാഴ്ചകൾ ഉണ്ടായി. ഇപ്പൊ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ഷഹാബ് ഷെരീഫും ആസിഫ് മുനീറും എല്ലാം വാഷിങ്ടണിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തുകൊണ്ട് ഇത്ര വളരെ നിർണായകമായിട്ടുള്ള എന്ന് നമുക്ക് തോന്നുന്ന തരത്തിൽ, നിർണായകം എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില ജിയോ പൊളിറ്റിക്കൽ നീക്കുപോക്കുകളാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമുക്കറിയാം, പാകിസ്ഥാനെ പണ്ട് ആംഗ്ലോ അമേരിക്കൻസ്, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ആ ഒരു കാലഘട്ടത്ത് പാകിസ്ഥാനെ ഉണ്ടാക്കിയത് ഇന്ത്യ, ചൈന, റഷ്യ, ഇറാൻ, ഈ 4 രാജ്യങ്ങളെ ശരിക്കും ഫ്യൂച്ചറിൽ ചെക്ക്മേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ആയിരുന്നു. ചെക്ക്മേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ 4 രാജ്യങ്ങളുടെ മുകളിൽ അമേരിക്കയ്ക്കും, അല്ലെങ്കിൽ അമേരിക്ക, ബ്രിട്ടീഷ്, നമ്മൾ പറഞ്ഞ ആ ഒരു സംവിധാനം, സാമ്രാജ്യ ശക്തികൾക്ക് ഈ 4 രാജ്യങ്ങളുടെ മുകളിലും നിയന്ത്രണം ഏർപ്പെടുത്തുവാനും നമ്മളെ ഒരു രീതിയിലും വളരാൻ അനുവദിക്കാതെ തളച്ചിടുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെ ആണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പ്രോക്സി അവർ ഉണ്ടാക്കിയതും. അതിനുശേഷം വളരെ പാകിസ്ഥാനെ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വളരെ മോശമായിരുന്നെങ്കിൽ തന്നെ ഇപ്പോൾ അത് വീണ്ടും ഒന്ന്, ട്രംപ് അതിനെ ഒരു പുനരുജ്ജീവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയായിട്ടുള്ള ബന്ധം വളരെ വഷളാക്കുകയും ചെയ്തു. കഴിഞ്ഞ 2 ദശാബ്ദ കാലമായിട്ട് ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള ബന്ധങ്ങൾ വളരെ ദൃഢമാവുകയും അല്ലേ, വളരെ സൗഹൃദമാവുകയും കൂടുതൽ മേഖലകളിലേക്ക് ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള സഹകരണങ്ങളൊക്കെ വർദ്ധിപ്പിച്ച് വ്യാപിച്ചു വരികയൊക്കെ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ പെട്ടെന്ന് തന്നെ ട്രംപിന്റെ രണ്ടാമത്തെ വരവിൽ അതെല്ലാം തകിടം മറിക്കുകയും ഡിസ്റപ്റ്റ് ചെയ്യുകയും പാകിസ്ഥാനായിട്ടുള്ള ബന്ധം കൂടുതൽ അവരെ ഊഷ്മളമാക്കുവാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ശ്രമിക്കുകയല്ല, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് പാകിസ്ഥാനെ കൂടുതൽ അമേരിക്ക, ട്രംപ് പാകിസ്ഥാനായിട്ട് കൂടുതൽ അടുക്കുന്നതിന്റെ ഏറ്റവും പ്രധാന കാരണം, അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യുന്നത് ചൈനയും ഇറാനെയും ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞു, താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനിലെ ബാഗ്രാം എയർപോർട്ട് അമേരിക്കയ്ക്ക് വേണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. പക്ഷേ താലിബാൻ അത് നിഷേധിക്കുകയുണ്ടായി. പക്ഷെ അത് നമുക്ക്, അമേരിക്ക അത് അങ്ങനെ നിസ്സാരവൽക്കരിച്ചോ അല്ലെങ്കിൽ ലളിതവൽക്കരിച്ചോ മുമ്പോട്ട് പോകുമെന്ന് തോന്നുന്നില്ല. താലിബാനുമായിട്ടുള്ള ചർച്ചകളിൽ ഇക്കാര്യത്തിലൊരു അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുണ്ടായില്ലെങ്കിൽ തീർച്ചയായിട്ടും താലിബാനെ അവിടുന്ന് ഭരണത്തിൽ നിന്ന് പറപ്പിക്കാനുള്ള സാധ്യത നമുക്ക്, കാരണം ഇപ്പോൾ പാകിസ്ഥാന്റെ ഹെൽപ്പോട് ഹെൽപ്പോട് കൂടി തീർച്ചയായിട്ടും താലിബാന് പണി കിട്ടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പ്രത്യേകിച്ച് താലിബാനും പാകിസ്ഥാനും തമ്മിൽ ഇപ്പം അത്ര വലിയ സുഖത്തിലുമല്ല. അപ്പം അതുകൊണ്ട് ഇനിയും നമുക്ക് മുന്നോട്ടുള്ള ഈ യാത്രയിൽ കാണാൻ പോകുന്ന കാഴ്ചകൾ വളരെ അത്ഭുതം, നമുക്കെന്താ ഒട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചില മാറ്റങ്ങളായിരിക്കും. പക്ഷെ എന്നാലും നമ്മൾ തീർച്ചയായിട്ടും അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭാഗത്തു നിന്ന് അവരുടെ തന്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ രാജ്യ താല്പര്യങ്ങൾ, എന്നുവെച്ചാൽ ഒരു ഗ്ലോബൽ പോലീസായിട്ടൊന്നും നിലനിൽക്കുക എന്നുള്ള താല്പര്യത്തെ കാത്ത് സംരക്ഷിച്ച് നിർത്തുക, അല്ലെങ്കിൽ
അതിനുവേണ്ടി മാത്രം നിലനിൽക്കുന്ന ഒരു രാജ്യമായിട്ടാണ് അമേരിക്ക എപ്പോഴും. കാരണം മറ്റൊരു രാജ്യത്തെയും വളർന്ന് മുന്നോട്ട് വരികാൻ അനുവദിക്കില്ല എന്നുള്ള അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോളിസിയാണ്. അപ്പോൾ ആ പോളിസിയെ അടിസ്ഥാനമാക്കിയാണ് അവർ ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള എല്ലാ പിന്നെ മൂവ്മെന്റ്സും നടത്തുന്നത്. അപ്പോൾ അവരതിനനുസരിച്ചുള്ള നീക്കുപോക്കുകൾ നടത്തുകയും അല്ലെങ്കിൽ രാജ്യങ്ങളുമായിട്ട് സഹകരണം സ്ഥാപിക്കുകയും ഫ്രണ്ട്ഷിപ്പ് സ്ഥാപിക്കുകയും അല്ലെങ്കിൽ പിണങ്ങേണ്ട ആവശ്യം വരികയാണെങ്കിൽ ആ രാജ്യങ്ങളോട് പിണങ്ങുകയൊക്കെ തന്നെ ചെയ്യും. ഇപ്പം ഇന്ത്യക്കെതിരെയുള്ള ടാരിഫ് ഒക്കെ തന്നെ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സാമ്പത്തികമായിട്ടുള്ള വളർച്ചയ്ക്ക് വിഘാതം സൃഷ്ടിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടുകൂടി മാത്രമാണ് തീർച്ചയായിട്ടും. കാരണം ഇന്ത്യ വളർച്ചയുടെ പാതയിലും ഇനിയിപ്പം അമേരിക്കയും ചൈനയും കഴിഞ്ഞ് ജർമ്മനിയെ നമ്മൾ ഓവർകം ചെയ്ത് മൂന്നാമത്തെ ലോകത്തിലെ ഒരു സാമ്പത്തിക ശക്തിയാകാനുള്ള സാധ്യത അടുത്ത 2-3 വർഷത്തിൽ ഉണ്ട് എന്നുള്ള ഒരു സാധ്യത നിലനിൽക്കുമ്പോൾ ഇന്ത്യയുടെ സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റത്തെ തടയുക എന്നുള്ളത് അമേരിക്കയുടെയും ചൈനയുടെയും ഒരുമിച്ചുള്ള ലക്ഷ്യമാണ്. ഈ രണ്ട് രാജ്യങ്ങൾക്കും അത് ഒരു ഭീഷണി ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഇന്ത്യക്കെതിരെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ യുദ്ധം തീർച്ചയായിട്ടും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ സ്ലോ ഡൗൺ ചെയ്യുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടുകൂടി മാത്രമാണ്. അതുപോലെ തന്നെ പാകിസ്ഥാന് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുകയും പാകിസ്ഥാന് കൂടുതൽ അടുപ്പം കാണിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ഉദ്ദേശത്തോടുകൂടി തന്നെയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ അമേരിക്കയുടെ ലക്ഷ്യം ചൈനയും ഇറാനുമാണ്. ചൈനയും ഇറാനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പാകിസ്ഥാനായിട്ട് കൂടുതൽ ബന്ധം ഇപ്പോൾ ബെറ്റർ ആക്കുന്നതും പാകിസ്ഥാനിൽ അവർക്ക് തന്ത്രപരമായിട്ടുള്ള അക്സസ് ലഭിക്കുക, അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലും അക്സസ് ലഭിക്കുക. അതിനുവേണ്ടിയാണ് ബാഗ്രാം എയർബേസ് വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനിയും നമുക്ക് മുന്നോട്ടുള്ള ഈ കാലഘട്ടങ്ങളിൽ അമേരിക്കയുടെ ഭാഗത്തുനിന്നും വൻതോതിലുള്ള പലതരത്തിലുള്ള മാനിപ്പുലേഷൻസും ജിയോ പൊളിറ്റിക്കൽ മാനിപ്പുലേഷൻസും ഉണ്ടാകാനും ഇന്ത്യ, ചൈന, റഷ്യ, ഇറാൻ ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം തന്നെ പല രീതിയിലുള്ള ഭീഷണികൾ നമുക്ക് നേരിടാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ പാകിസ്ഥാൻ അമേരിക്ക റിലേഷൻസ് കൂടുതൽ ശക്തമാകുന്നതും കൂടുതൽ പോസിറ്റീവ് ആകുന്നതും ഈ പറഞ്ഞ രാജ്യങ്ങൾക്കെല്ലാം തന്നെ. ചൈനയും പാകിസ്ഥാനും തമ്മിൽ ഭയങ്കര അടുപ്പമാണെന്നാണ് ഇരു രാജ്യങ്ങളും പറയുന്നത്. പക്ഷേ ചൈനയ്ക്ക് പണി കൊടുക്കാൻ പാകിസ്ഥാൻ കാരണം പാകിസ്ഥാനെ സംബന്ധിച്ച് അങ്ങനെ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റിൻ്റെ പ്രോക്സി തന്നെയാണ്. കാരണം വെസ്റ്റ് പറയുന്നത് മാത്രമേ എന്നുവെച്ചാൽ അമേരിക്കൻ പാശ്ചാത്യ രാജ്യങ്ങൾ പറയുന്ന, പ്രത്യേകിച്ച് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ നമ്മൾ പറയുന്ന സംവിധാനങ്ങൾ അല്ലെങ്കിൽ പടിഞ്ഞാറൻകാരുടെ പ്രോക്സിയാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് പടിഞ്ഞാറൻകാർ പറയുന്നത് മാത്രമേ പാകിസ്ഥാൻ അൾട്ടിമേറ്റ്ലി അനുസരിക്കത്തുള്ളൂ. ചൈനയെ അവർക്ക് ബാക്ക് സ്റ്റാബ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ തെളിഞ്ഞു വരികയാണ്. കാരണം അമേരിക്കയുമായിട്ട് കൂടുതൽ പാകിസ്ഥാൻ അടുക്കുക എന്ന് പറയുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നത് ചൈനയ്ക്ക് തന്നെയാണ്. കാരണം അമേരിക്ക പാകിസ്ഥാനോട് ഏറ്റവും കൂടുതൽ അടുപ്പം കാണിക്കുന്നത് പാകിസ്ഥാനിൽ ചൈനയ്ക്കുള്ള സ്വാധീനത്തെ ഇല്ലാതാക്കുക, അഫ്ഗാനിസ്ഥാനിൽ ചൈനയുടെ വളർന്നു വരുന്ന സ്വാധീനത്തെ ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അമേരിക്കയുടെ ലക്ഷ്യം. അപ്പം അതിന് പാകിസ്ഥാൻ അമേരിക്കയോടൊപ്പം നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പാകിസ്ഥാൻ ചൈനയെ ബാക്ക് സ്റ്റാബ് ചെയ്യുക അല്ലെങ്കിൽ പുറകിൽ നിന്ന് കുത്തുന്നതിന് തുല്യമാകും തീർച്ചയായിട്ടും. അപ്പോൾ ഇത് എത്രത്തോളം നമ്മുടെ ഈ ഒരു റീജിയനിൽ സൗത്ത് ഏഷ്യയിലും അതുപോലെ തന്നെ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ചൈന ഈ പറഞ്ഞ പ്രദേശങ്ങളൊക്കെ ഉൾപ്പെടുന്ന റീജിയനിലൊക്കെ എന്തുമാത്രം അസ്ഥിരത, രാഷ്ട്രീയപരമായിട്ടുള്ള ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് കഴിഞ്ഞ പുറമോട്ടുള്ള ചരിത്രം നമ്മൾ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കും. അപ്പോൾ അതിനുവേണ്ടി ഒരു പാകിസ്ഥാനെ കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും. അപ്പോൾ പാകിസ്ഥാന്റെ ഉള്ളിൽ ഈ പറഞ്ഞ അവരുടെ മിലിറ്ററി തന്ത്രപരമായിട്ടുള്ള സ്ട്രാറ്റജിക് ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ചൈനയ്ക്ക് വൻതോതിലുള്ള, ഇറാനും വൻതോതിലുള്ള ത്രട്ടായിരിക്കും, ഭീഷണിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയം ഉണ്ടാകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ട്രംപ് ഇപ്പോൾ രണ്ടാമത്തെ വരവിൽ പാകിസ്ഥാനായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ചൈനയെ ടാർഗറ്റ് ചെയ്യാനാണ്, ഇറാനെയും ടാർഗറ്റ് ചെയ്യാനാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇറാൻ പ്രോജക്റ്റ് അവർ നിർത്തിയിട്ടില്ല. കാരണം ഇറാനിലെ ഭരണമാറ്റം തന്നെയാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെയൊക്കെ തന്നെ ലക്ഷ്യം. അപ്പോൾ അതിനുവേണ്ടി അടുത്ത നെക്സ്റ്റ് ഫേസ് ഓഫ് ജിയോ പൊളിറ്റിക്സ് ആണ് അമേരിക്കയിൽ ഇപ്പോൾ കളിച്ചു തുടങ്ങിയിരിക്കുന്നത്. അപ്പം അതിനായിട്ടാണ് കാരണം ഇസ്രായേലിനെ ഉപയോഗിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കി,
അത് നടന്നില്ല. ഇറാന്റെ മുകളിൽ വൻതോതിലുള്ള സ്വാധീനം അല്ലെങ്കിൽ ആധിപത്യം സ്ഥാപിച്ച് അവിടുത്തെ ഭരണ മാറ്റം സാധിച്ചെടുക്കാൻ. പക്ഷെ അത് സാധിച്ചില്ല. ആ ഒരു ഫേസ് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു ഫേസിലേക്ക്, ജിയോ പൊളിറ്റിക്കിൻ്റെ അടുത്തൊരു ഫേസിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും അമേരിക്ക എങ്ങനെ പാകിസ്ഥാനെ ഉപയോഗിച്ച്, അതുപോലെ തന്നെ സൗദി പാകിസ്ഥാൻ മിലിറ്ററി ആ ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ ഒപ്പുവെച്ച എന്താ പറയുക ട്രീറ്റി അല്ലെങ്കിൽ പാക്ട് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, പ്രതിരോധ കരാർ, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒപ്പുവെച്ചതൊക്കെ തന്നെ തീർച്ചയായിട്ടും അമേരിക്കയുടെ ലീഡർഷിപ്പിന്റെ അറിവോടും അല്ലെങ്കിൽ അവരുടെ സമ്മതത്തോടും കൂടിയാണ്. അത് ഇറാൻ എന്നുള്ളൊരു ടാർഗറ്റിനെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. കാരണം സൗദി അമേരിക്കയുമായിട്ട് വളരെ അടുപ്പമുള്ള രാജ്യം ആയതുകൊണ്ട് സൗദി ഇസ്രായേലും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. സൗദി ഇസ്രായേലും തമ്മിൽ ഒരു ഡയറക്റ്റ് കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സൗദിയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു പ്രതിരോധ കരാറ് തീർച്ചയായിട്ടും ഇറാനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യയെ സംബന്ധിച്ച് അത് പറയുന്ന പോലെ സൗദി ഏതായാലും പാകിസ്ഥാനായിട്ടുള്ള ഈ മിലിറ്ററി കരാറ് ഇന്ത്യ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയല്ല. കാരണം സൗദിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെയുള്ള നീക്കുപോക്ക് അല്ലെങ്കിൽ മൂവ്മെന്റ് ഉണ്ടാവേണ്ട യാതൊരു ആവശ്യമില്ല. സൗദി പാകിസ്ഥാന് പലതരത്തിലുള്ള സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. അത് വീണ്ടും നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ എന്തായാലും സൗദിക്ക് കാര്യമായിട്ടുള്ള, ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ പോലൊരു അതിന് സമാനമായിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ പാകിസ്ഥാന് സൗദിയുടെ ഭാഗത്തുനിന്നും മറ്റുള്ള വലിയ ഹെൽപ്പുകളൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. എന്ന് വെച്ചാൽ അവരൊരു മിലിറ്ററി പവറൊന്നുമില്ല, ആയുധങ്ങൾ കൊടുക്കാൻ പറ്റത്തില്ല, മറ്റു രീതിയിലുള്ള ലോജിസ്റ്റിക്സും കൊടുക്കാൻ പറ്റത്തില്ല. അവർക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് പണം, ഫിനാൻഷ്യൽ ഹെൽപ്പ് മാത്രം പാകിസ്ഥാന് കൊടുക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഈ ഒരു ട്രംപിന്റെ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു മാറ്റം അല്ലെങ്കിൽ ഈ ഒരു നീക്കം വളരെ ഇന്ത്യയെ സംബന്ധിച്ചും വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. കാരണം പാകിസ്ഥാന് കൂടുതൽ എന്താണ് ഒരു ധൈര്യം ലഭിക്കും. ഇപ്പോൾ അമേരിക്ക കൂടുണ്ട്, അല്ലെങ്കിൽ അമേരിക്കയുടെ ഏറ്റവും സൗഹൃദപരമായിട്ടുള്ളൊരു സപ്പോർട്ട് പാകിസ്ഥാൻ ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യക്കെതിരെ ഏത് രീതിയിലുള്ള നീക്കങ്ങളും നടത്തുവാൻ പാകിസ്ഥാന് ഒരു എന്താണ് ഒരു ബോൾഡാണ് ഇപ്പോൾ. പണ്ടും അങ്ങനെ തന്നെ ആണല്ലോ. കാരണം അമേരിക്ക പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിലൊക്കെ തന്നെ ആണെന്നല്ലോ ഇന്ത്യക്കെതിരെ അവർ ഏകപക്ഷീയമായിട്ട് യുദ്ധങ്ങൾ തുടങ്ങുകയും തീവ്രവാദ പ്രവർത്തനങ്ങൾ കുറേയേറെ ദശാബ്ദക്കാലമായിട്ട് ഇന്ത്യയിൽ അവർ കാശ്മീരിലും ഇന്ത്യയുടെ മറ്റു ഭാഗത്തുമൊക്കെ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കിയെടുത്തൊക്കെ തന്നെ അമേരിക്കയുടെ സപ്പോർട്ട് അവർക്ക് ഉള്ളതുകൊണ്ട് മാത്രമായിരുന്നു. അപ്പോൾ ഇപ്പോൾ തീർച്ചയായിട്ടും ഈ അമേരിക്കയും പാകിസ്ഥാൻ തമ്മിലുള്ള ബന്ധം റിന്യൂ ചെയ്ത ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും പാകിസ്ഥാൻ കൂടുതൽ ബോൾഡാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് അമേരിക്ക പാകിസ്ഥാൻ്റെ ഉള്ളിൽ ഒരു മിലിറ്ററി സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു ആക്സസ്, മിലിറ്ററി ബേസ് ഒക്കെ അവർക്ക് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇറാന്റെ മുകളിൽ അവർക്ക് വളരെ പെട്ടെന്ന് അറ്റാക്കുകൾ നടത്താൻ സാധിക്കും പാകിസ്ഥാനെ ബേസ് ചെയ്തുകൊണ്ട്. അതുപോലെ തന്നെ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ അവർക്ക് എന്താണ് പറയുന്നത്, സർവലൻസ്, ബാക്കിയുള്ള പ്രതിരോധങ്ങളൊക്കെ തന്നെ ചൈനയ്ക്കെതിരെ തീർക്കുവാനും അമേരിക്കയ്ക്ക് കഴിയും എന്നുള്ള ഒരു പുതിയ നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കിപ്പോൾ പാകിസ്ഥാനെ കൂടുതൽ അമേരിക്ക അടുപ്പിച്ച് നിർത്തുന്നത്, അല്ലെങ്കിൽ പാകിസ്ഥാനായിട്ട് കൂടുതലുള്ള ബന്ധം അവർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് തീർച്ചയായിട്ടും വളരെ, ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ച് പാകിസ്ഥാനിൽ നിന്നും നമുക്ക് ഉണ്ടാകാവുന്ന തീവ്രവാദ മിലിറ്റൻസി അല്ലെങ്കിൽ ടെറർ ആക്ടിവിറ്റീസിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ നമുക്ക് ആശങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മറ്റു കാര്യങ്ങളും നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും US ബേസ് പാകിസ്ഥാനിലോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലോ ഒക്കെ ഒരുമിച്ച് ഒരുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. അത് തീർച്ചയായിട്ടും അത് സാധിച്ചെടുക്കാനുള്ള
ഇല്ലേ, പവർ അമേരിക്കയ്ക്കുണ്ട്. തീർച്ചയായിട്ടും അതിനെ നിഷേധിക്കാൻ പാകിസ്ഥാനോ അല്ലെങ്കിൽ ഈവൻ അഫ്ഗാനിസ്ഥാനിൻ്റെ താലിബാനോ ഒന്നും കഴിയുമെന്ന് നമുക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു അമേരിക്ക പാകിസ്ഥാൻ പ്രണയം, പുതിയ പ്രണയം തീർച്ചയായിട്ടും ഇന്ത്യ, ചൈന, ഇറാൻ ഈ മൂന്ന് രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് വളരെ ദോഷകരമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷം സൃഷ്ടിക്കുന്നതാണ്. അതുപോലെ തന്നെ ട്രംപും ടർക്കിയുടെ പ്രസിഡന്റും എർഡോഗാനും തമ്മിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വാഷിങ്ടണിൽ വെച്ച് മീറ്റിംഗ് ഉണ്ടായിരുന്നു, കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. ഇപ്പൊ ടർക്കി അമേരിക്കൻ തമ്മിലെ ബന്ധം അല്പം വഷളായിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു കുറച്ച് വർഷം നമ്മൾ പുറമോട്ട് നോക്കിക്കഴിഞ്ഞാൽ. അത് ഏകദേശം അവർ തമ്മിലുള്ള ബന്ധങ്ങൾ ഇമ്പ്രൂവ് ആയി കഴിഞ്ഞാൽ ടർക്കി, പാകിസ്ഥാൻ, അമേരിക്ക ഈ മൂന്ന് രാജ്യങ്ങളെല്ലാം ഒരേ ലൈനിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് അത് കൂടുതൽ തലവേദന സൃഷ്ടിക്കുന്നതായിരിക്കും എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇന്ത്യ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണ് ഇനി തീർച്ചയായിട്ടും. കാരണം ഈ മാറി വന്ന ഈ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ പാകിസ്ഥാനും അമേരിക്കൻ തമ്മിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുതിയ ബന്ധങ്ങൾ തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമുക്ക് ഇസ്രായേലുമായിട്ടുള്ള റിലേഷൻസിനെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാൻ, അതുപോലെ തന്നെ ഇന്ത്യ ചൈന റിലേഷൻസ് കൂടുതൽ ബെറ്റർ ആക്കാനൊക്കെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ, അതുപോലെ ഇന്ത്യ ഇറാൻ റിലേഷൻസ് കൂടുതൽ ബെറ്റർ ആക്കാനൊക്കെ നമ്മൾ ശ്രമിക്കുകയായിരിക്കും. ഇതിനെ പ്രതിരോധം സൃഷ്ടിക്കാൻ നമുക്ക് ഉപകരിക്കുന്ന ചില കാര്യങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ചൈനയെ സംബന്ധിച്ച് ഇത് വലിയൊരു ത്രട്ടാണ്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു മാറ്റം, മനംമാറ്റം, ചൈന ഇതിനെ എങ്ങനെ പാകിസ്ഥാൻ അമേരിക്കയായിട്ടുള്ള ഈ കൂടുതൽ ഫ്രണ്ട്ലി റിലേഷൻ ചൈന അതിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. ചൈന ഇറാൻ തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതിൽ ഇന്ത്യയും ഒരുപക്ഷെ ഇസ്രായേലുമായിട്ടും ഇറാനുമായിട്ടും ഒക്കെ കൂടുതൽ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുവാനും അല്ലെങ്കിൽ കൂടുതൽ എന്താണ് വർദ്ധിപ്പിക്കാനുള്ള സാധ്യത നമുക്ക് ഇന്ത്യ 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 റഷ്യ റിലേഷൻസ്, ഇന്ത്യ റഷ്യ ചൈന ഇറാൻ ഈ നാല് രാജ്യങ്ങളുടെ ബന്ധങ്ങൾ കൂടുതൽ എന്താണ് പറയുന്നത് ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്യാനുള്ള സാധ്യതയാണ് നമുക്കിപ്പോൾ ഈ നിലനിൽക്കുന്ന അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു മൂവ്മെൻറ്റിൽ കൂടെ നമുക്ക്, അല്ലെങ്കിൽ ഈ ഒരു മാറ്റത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. അതായത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ആശങ്കാപരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. നമ്മൾ കൂടുതൽ ശ്രദ്ധയോട് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച്. കാരണം പാകിസ്ഥാൻ, അവരെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായിട്ടുള്ളൊരു അവരൊരു രാജ്യം, അവരുടെ നേതാക്കളെ സംബന്ധിച്ച് അവർക്ക് രാജ്യം വിഷയമല്ല, പക്ഷേ അവരുടെ താല്പര്യങ്ങളെ മാത്രം സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അവർ മാറിയും മറിഞ്ഞുമൊക്കെ ഈ പറഞ്ഞ കളികളെല്ലാം കളിക്കുന്ന ഒരു നേതാക്കൾ ആണ്. മിലിറ്ററി ലീഡേഴ്സ് ആയാലും അവിടുത്തെ സിവിലിയൻ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആയാലും ആരായാലും തന്നെ. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഒരു രാജ്യമാണ്, നമുക്കൊരു രാജ്യമായിട്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. അതുള്ള ചൈന ആയാലും ശരി, ഇതെല്ലാം വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള രാജ്യങ്ങളായതുകൊണ്ട് അവരുടെ താല്പര്യങ്ങൾ, രാജ്യ താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് രാജ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ള ലക്ഷ്യമുള്ളതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും പാകിസ്ഥാൻ്റെ ഈ പറഞ്ഞ നേതാക്കൾ, ലീഡേഴ്സ് കളിക്കുന്ന ജിയോ പൊളിറ്റിക്കൽ ഡ്രാമാസ് ഒന്നും നമുക്ക് കളിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് വളരെ റെസ്പോൺസിബിളായിട്ടും മെച്ചുറായിട്ടുള്ള തീരുമാനങ്ങളും നയങ്ങളും എടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ രാജ്യങ്ങൾ ഇന്ത്യ, ചൈന, റഷ്യ, ഇറാൻ, അതുപോലെ ഇന്ത്യ ഇസ്രായേൽ റിലേഷൻസ് കൂടുതൽ, പിന്നെ പ്രത്യേകിച്ച് പ്രതിരോധപരമായിട്ടുള്ള റിലേഷൻസ് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുവാനുള്ള ഒരു അവസരം നമുക്ക് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. എന്നാൽ മാത്രമേ നമുക്ക് അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന പുതിയ ഈ ഒരു ബന്ധത്തെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കത്തുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഈ ടോപ്പിക്കോട് അവസാനിപ്പിക്കാം. മറ്റു ടോപ്പിക്ക് അടുത്ത വീഡിയോയിൽ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.